ആലപ്പുഴയിൽ ഇങ്ങനെ അമ്പലനടയിൽ ഒരു അമ്മയും കുഞ്ഞും 2 പെൺകുട്ടികളും കിടക്കുന്നുണ്ട്. ഒരാഴ്ചയായിട്ട് അവർ അവിടെ തന്നെ ഉള്ളത്. അപ്പോൾ അവരെ വീടിന് വാടക കൊടുക്കാൻ പറ്റാതെ ഇറക്കി വിട്ടപ്പം വേറെ പോകാനോ ഇടയില്ലാതെ അവരവിടെ വന്നിട്ട് താമസിക്കുകയാണ്. അപ്പോൾ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന നിവേദ്യമൊക്കെ ആയിട്ട് കഴിച്ചിട്ടാണ് അവിടെ കഴിയുന്നത്. അമ്മയുടെ കാലിലൊരു മുറിവുണ്ട്. മുറിവ് കാരണം അവർക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പം എന്തെങ്കിലും ഒന്ന് ചെയ്യണം, എനിക്ക് പേടിയാകുന്നുണ്ട് കുട്ടികളെ പറ്റി ആലോചിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് തന്നെ രാത്രിയിൽ ഒരു മനുഷ്യൻ വിളിച്ചു. അന്ന് 10-12 വയസ്സുള്ള 2 പെൺകുട്ടികളാണ്. അവരെയും ആ അമ്മേനെയും ഒരു വീട് അഡ്വാൻസ് എടുത്ത് വാടകയ്ക്ക് അവിടെ താമസിപ്പിച്ചു. ആ വീടിന്റെ വാടക അന്ന് മുതൽ ഇന്ന് വരെ കൊടുത്തു വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അവര് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പൊ അവരെ അമ്മേന്റെ കാലിന് ആ മുറിവ് വ്രണായി. അത് ഡയബറ്റിക് വൂണ്ടാണ്. പുഴുവൊക്കെ വന്ന് മുറിവാകെ കാണാൻ പറ്റാത്ത വിധത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഈ യാത്രയിൽ ഞാൻ അവരെ ഇങ്ങോട്ട് എടുക്കുകയാണ്. എൻ്റെ കൂടെ കോഴിക്കോടിനേക്ക് കൊണ്ടുവരികയാണ്. കാരണം എനിക്ക് എപ്പോഴും കൂടെ നിന്ന് നോക്കാനും പരിചരിക്കാനും ആ മുറിവൊന്ന് ഉണക്കിയെടുക്കാനും വേണ്ടിയിട്ട് ഞാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ അവരെ അഡ്മിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ്. ഡിസ്ചാർജ് ആകുമ്പോൾ ഞങ്ങളെ ആശുപത്രി എംഡിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരമാവധിയൊക്കെ കുറച്ചൊക്കെ തരും. എന്നിരുന്നാലും മരുന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ പറ്റുമ്പോഴൊക്കെ ഒന്ന് ഈ ഒരു ബില്ല് വരുമ്പോഴത്തേക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം.